ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ ഒരു അടിപൊളി ക്രാഫ്റ്റുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് ഞാൻ ഒരു ചെറിയൊരു വോൾ ഡെക്കറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ചതുരത്തിൽ ഒരു കാർഡ്ബോർഡിൻ്റെ പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മൾ എടുത്തിരിക്കുന്ന ആ കാർഡ്ബോർഡിൻ്റെ പീസിൻ്റെ 4 സൈഡിലായിട്ട് ഒരു കാർഡ്ബോർഡിൻ്റെ പീസ് തന്നെ ഇതുപോലെ വീതി കുറച്ചിട്ട് കട്ട് ചെയ്തിട്ട് ഞാൻ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ഒരു ഫ്രെയിം പോലെ ആണ് ഞാൻ ആദ്യം ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇതേ രീതിയിൽ ഞാൻ കട്ട് ചെയ്തെടുത്ത ആ കാർഡ്ബോർഡിൻ്റെ പീസ് 4 സൈഡിലുമായിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ ഒട്ടിച്ചു കൊടുത്ത കാർഡ്ബോർഡിൻ്റെ പീസില്ല, അതിൻ്റെ സൈഡിൽ ചെറുതായിട്ടൊക്കെ ചെറിയ ഹോളുകൾ പോലെയൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കവർ ചെയ്തിരിക്കാൻ വേണ്ടിയിട്ട് ഞാനിതുപോലെ മാസ്കിൻ ടേപ്പ് വെച്ചിട്ട് എല്ലാ സൈഡും നല്ല രീതിയിലൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ടിഷ്യൂ പേപ്പറൊക്കെ വേണമെങ്കിൽ ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇതേ രീതിയിൽ വീതി കുറഞ്ഞ മാസ്കിൻ ടേപ്പ് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം ഞാൻ ഫുള്ളായിട്ട് ഇതേ രീതിയിൽ ടിഷ്യൂ പേപ്പർ ഒട്ടിച്ച് കൊടുക്കുകയാണ് ചെയ്തത്. ഞാൻ ഫസ്റ്റ് വിചാരിച്ചു സൈഡിൽ മാത്രം ഇതുപോലെ ടിഷ്യൂ പേപ്പർ ഒട്ടിച്ച് കൊടുക്കാമെന്നാണ്. പിന്നെ ഞാൻ അതിൻ്റെ ഉൾഭാഗത്തും കൂടെ ടിഷ്യൂ പേപ്പർ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ സൈഡിൽ ഞാൻ മാസ്കിൻ ടേപ്പൊക്കെ ഒട്ടിച്ച് കൊടുത്ത് ഒന്ന് കവറായിരിക്കാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ പുറത്തൂടെ ഇതേ രീതിയിൽ ടിഷ്യൂ പേപ്പർ ഒട്ടിച്ച് കൊടുത്തത്. അത് നന്നായിട്ട് ഡ്രൈ ആക്കി എടുത്തതിന് ശേഷം നമുക്ക് ഇനി ഫുള്ളൊന്ന് പെയിൻറ്റ് ചെയ്തും കൂടെ എടുത്ത് വയ്ക്കാം. ഞാൻ അതിൻ്റെ 4 സൈഡിൽ ഒരു ബ്രൗൺ കളർ പെയിൻ്റാണ് ചെയ്ത് കൊടുക്കുന്നത്. അതിൻ്റെ ഉൾഭാഗത്ത് വേറൊരു കളറും ഒരു ലൈറ്റായിട്ടുള്ള ഒരു കളറും കൊടുക്കാനാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ സൈഡിൽ ബ്രൗൺ കളർ കൊടുത്തിട്ട് ഉള്ളിലൊരു ലൈറ്റ് ക്രീം കളറൊക്കെ കൊടുത്തു. അപ്പോൾ അതെനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടം തോന്നിയില്ല. അപ്പോൾ ഞാൻ ആ ക്രീം കളറിന് മുകളിലായിട്ട് ജസ്റ്റ് വൈറ്റ് കളറും കൂടി ഒന്ന് കൊടുത്തിട്ട് ആ കളർ ഒന്നും കൂടി ഒന്ന് ലൈറ്റാക്കി എടുത്തു കേട്ടോ. നമ്മൾ ആദ്യം കൊടുത്ത ആ ക്രീം കളർ എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടം തോന്നിയില്ല. അതുകൊണ്ടാണ് ഞാൻ വൈറ്റ് കളർ വെച്ചിട്ട് ഒന്നും കൂടി അതൊന്ന് ലൈറ്റാക്കി കൊടുത്തത്. ഇനി നമുക്ക് ഈ ഫ്രെയിം നന്നായിട്ടൊന്ന് ഉണങ്ങാനായിട്ട് വയ്ക്കാം. അപ്പോൾ അതിന് ശേഷം ഞാൻ എഗ് ട്രേ എടുത്തിട്ടുണ്ട്. അപ്പോൾ എഗ് ട്രേ വെച്ചിട്ട് ഞാനിനി കുറച്ച് ഫ്ലവറാണ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ എഗ് ട്രേയിൽ നിന്ന് ഒരു പീസ് ഇതുപോലെ എടുത്തിട്ട് അത് ഇതുപോലെ ചെറിയ പീസായിട്ട് ഒരു 4 പീസായിട്ട് കട്ട് ചെയ്തെടുത്തു കേട്ടോ. ഇനി നമുക്കത് കത്രിക വെച്ചിട്ട് കറക്റ്റ് ഒരു ഫ്ലവറിൻ്റെ ഇതളിൻ്റെ ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഈ ഒരു ഷേപ്പിലാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്, ഒരു ഇലയുടെ ഒക്കെ ഷേപ്പ് പോലെ കേട്ടോ. അപ്പോൾ ഇതേ രീതിയിൽ ഞാൻ കുറച്ചധികം പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതൊരു ഫ്ലവറിൻ്റെ ഷേപ്പിലായിട്ട് ഒട്ടിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഒരു കട്ടി കുറഞ്ഞ കാർഡ്ബോർഡിൻ്റെ പീസ് റൗണ്ടിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് നന്നായിട്ട് പശ വെച്ചിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്ത ആ ഫ്ലവറിൻ്റെ ഇതളുകളൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് ഒട്ടിച്ച് കൊടുക്കണം. ഫസ്റ്റ് ഞാൻ ഒരു ലെയർ പോലെ ഇതുപോലെ ആ റൗണ്ടിൽ ഫുള്ളായിട്ടൊന്ന് നമ്മുടെ ഓരോരോ ഇതളുകളും ഒന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഫ്ലവറാണ് ഞാൻ ചെയ്തെടുക്കുന്നത്. എല്ലാവർക്കും വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. ഫസ്റ്റ് ഞാൻ ഒരു ലെയർ ഒട്ടിച്ചിട്ട് അതിന് ശേഷം അതിൻ്റെ സെൻറ്ററിലായിട്ട് ഒരു ലെയറും കൂടെ ഇതുപോലെ റൗണ്ട് ഷേപ്പിൽ തന്നെ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ ആദ്യം കുറച്ച് വലിപ്പമുള്ള ഇതളുകളാണ് ഒട്ടിച്ച് കൊടുത്തത്. അപ്പോൾ അതിനേക്കാളും കുറച്ചും കൂടെ ഒരു വലിപ്പക്കുറവുള്ള ഇതളുകളാണ് ഞാൻ അതിൻ്റെ സെൻറ്ററിൽ ഒട്ടിച്ച് കൊടുക്കുന്നത് കേട്ടോ. വലിയ വ്യത്യാസമൊന്നുമില്ല, എങ്കിലും ആദ്യത്തേക്കാളും കുറച്ച് ചെറിയ പീസുകളാണ് ഞാൻ സെൻറ്റർ ഭാഗത്തായിട്ട് ഒട്ടിച്ച് കൊടുത്തത്. അങ്ങനെ ഞാൻ ആ ഇതളുകളൊക്കെ നല്ല രീതിയിൽ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേ രീതിയിൽ ഞാനൊരു 3-4 ഫ്ലവറും കൂടെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഫുള്ളായിട്ടൊന്ന് പെയിൻറ്റ് ചെയ്തെടുക്കാം. അപ്പം ഞാൻ യെല്ലോ കളറാണ് കൊടുക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ കൊടുക്കാം കേട്ടോ. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തെടുക്കാം. ഞാനൊരു യെല്ലോ കളറാണ് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ റെഡ് കൊടുക്കാം, റോസ് വേണമെങ്കിൽ റോസ് കൊടുക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ ഉണ്ടാക്കിയെടുത്ത ഫ്ലവറിന് ഫുള്ളായിട്ട് ഞാൻ പെയിൻറ്റ് നല്ല രീതിയിൽ അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് നന്നായിട്ടൊന്ന് ഉണങ്ങാനായിട്ട് വയ്ക്കാം. നന്നായിട്ട് ഉണങ്ങിയ ശേഷം ഞാൻ ആ ഫ്ലവറിൻ്റെ സെൻറ്ററിലായിട്ട് ഇതുപോലെ തെർമോക്കോളിൽ ചെറിയ ബോൾസ് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന് പകരം ചെറിയ ബീഡ്സോ അല്ലെങ്കിൽ ചെറിയ കല്ലോ ഒക്കെ വേണമെങ്കിൽ ഇതേ രീതിയിൽ ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ. അപ്പം ഞാൻ എല്ലാ ഫ്ലവറിൻ്റെ സെൻറ്ററിലും ഇതുപോലെ ഒട്ടിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ഒട്ടിച്ച് കൊടുത്ത ആ തെർമോക്കോളിൻ്റെ ബോൾസിനൊക്കെ ഫുള്ള് ബ്ലാക്ക് കളർ പെയിൻറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം ഞാൻ ഒരു ഡിസ്പോസിബിൾ പേപ്പർ ഗ്ലാസ് എടുത്തിട്ട് ഇതേ രീതിയിൽ കറക്റ്റ് സെൻറ്റർ ഭാഗത്തായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പീസ് ഞാൻ എടുത്തിട്ടുള്ളൂ, ഒരു പീസ് നമുക്ക് ആവശ്യമുള്ളൂ. അത് നമ്മൾ ആദ്യം ഉണ്ടാക്കിയെടുത്ത ആ കാർഡ്ബോർഡിൻ്റെ ഫ്രെയിമില്ല, അപ്പോൾ അതിൻ്റെ
ഒരു താഴ്ഭാഗത്തായിട്ട് ഇതേ രീതിയിൽ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം ഞാൻ നമ്മൾ ആ ഒട്ടിച്ചു കൊടുത്ത പേപ്പർ ഗ്ലാസ്സിന് ഫുള്ള് ബ്ലാക്ക് കളറാണ് പെയിൻറ്റ് ചെയ്ത് കൊടുത്തത്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിന് ശേഷം ഞാൻ നമ്മൾ ഒട്ടിച്ചു കൊടുത്ത ആ ഫ്രെയിമില്ലേ, അപ്പോൾ അതിനും കൂടെ ഞാൻ ബ്രൗൺ കളറിൻ്റെ മുകളിലൂടെ ചെറുതായിട്ടൊരു ബ്ലാക്ക് കളർ വെച്ചിട്ട് ഒന്ന് ഹൈലൈറ്റ് ചെയ്തും കൂടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് ഇതുപോലത്തെ കട്ടി കുറഞ്ഞ കമ്പിയാണ്. അത് ഞാൻ ഇതുപോലെ ഗ്രീൻ കളർ ടേപ്പ് വെച്ചിട്ട് ഫുള്ളായിട്ടൊന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലത്തെ ഒരു 5 പീസ് കമ്പി ഞാൻ കട്ട് ചെയ്തെടുത്തിട്ട് ഇതേ രീതിയിൽ തന്നെ ഗ്രീൻ കളർ ടേപ്പ് വെച്ചിട്ട് നല്ല രീതിയിൽ ഒന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ ഉണ്ടാക്കിയെടുത്ത ആ ഫ്ലവറൊക്കെ ഒന്ന് ആ ഫ്രെയിമിലേക്ക് നല്ല രീതിയിലൊന്ന് അറേഞ്ച് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ എടുത്തിരിക്കുന്ന ആ കമ്പിയൊക്കെ ഒന്ന് നല്ല രീതിയിലൊന്ന് അറേഞ്ച് ചെയ്തിട്ട് പശ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ അതിന് ശേഷം ഫ്ലവറും ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇതുപോലത്തെ കമ്പി ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈർക്കിലിയോ അല്ലെങ്കിൽ ന്യൂസ് പേപ്പറില്ലേ അത് റോൾ ചെയ്തിട്ട് സ്റ്റിക്ക് പോലെ വേണമെങ്കിലും ഒട്ടിച്ചു കൊടുക്കുക. അങ്ങനെ ഞാൻ കമ്പി ഒട്ടിച്ച ശേഷം നമ്മുടെ ഫ്ലവറും ഇതേ രീതിയിൽ പശ വെച്ചിട്ട് ഓരോന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ ഫ്ലവർ വേണമെങ്കിൽ ഒട്ടിച്ചു കൊടുക്കുക. അപ്പം ഞാൻ ഇത്ര ഫ്ലവറേ ഉണ്ടാക്കിയിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുള്ളൂ. അങ്ങനെ ഫ്ലവറൊക്കെ ഒട്ടിച്ച് കൊടുത്തതിന് ശേഷം ഞാൻ കുറച്ച് ഇലയും കൂടെ അതിൻ്റെ കൂടെ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ഫ്ലവർ മാത്രമാകുമ്പം കാണാൻ അത്ര ഭംഗിയില്ലല്ലോ, കുറച്ച് ഇലയും കൂടെ ഒക്കെ വരുമ്പോഴല്ലേ ഭംഗി ഉണ്ടാവും. അപ്പം ഞാൻ എക്ട്രേ വെച്ചിട്ട് ഇതേ രീതിയിൽ ചെറിയ ചെറിയ ഇലകൾ കട്ട് ചെയ്തെടുത്തിട്ട് അതിന് ഗ്രീൻ കളറ് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതേ രീതിയിൽ നന്നായിട്ട് പെയിൻറ്റ് ചെയ്തിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്ത ഇലയെല്ലാം നന്നായിട്ട് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഇലകളൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് ഒട്ടിച്ച് കൊടുക്കാം. എക്ട്രേ വെച്ചിട്ട് മാത്രമല്ല കേട്ടോ, നമുക്ക് വേണമെങ്കിൽ കളർ പേപ്പറൊക്കെ വെച്ചിട്ടും ഇതേ രീതിയിൽ ഫ്ലവർ ഉണ്ടാക്കിയിട്ട് നമുക്ക് ഇതേ രീതിയിൽ ചെയ്തെടുക്കാൻ പറ്റും. അതുമല്ലെങ്കിൽ കട്ടി കുറഞ്ഞ കാർഡ്ബോർഡിൻ്റെ പീസൊക്കെ ഉണ്ടാവില്ലേ, അത് വെച്ചിട്ടും ഇതേ രീതിയിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പം ഞാൻ ഫുള്ള് ഫ്ലവറൊക്കെ ഒട്ടിച്ച് കൊടുത്തപ്പോൾ എനിക്ക് ആ യെല്ലോ കളർ തന്നെ ആയപ്പോൾ അത്രയ്ക്ക് അങ്ങോട്ട് ഭംഗി തോന്നിയില്ല. അതുകൊണ്ട് ഞാൻ ഒരു റെഡ് കളറും കൂടെ ആ ഫ്ലവറിൻ്റെ എല്ലാ അറ്റത്തും ഇതളിൻ്റെ അറ്റത്തും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ഞാൻ നമ്മൾ സെൻറ്ററിൽ ഒട്ടിച്ച് കൊടുത്ത ആ തെർമോക്കോളിൻ്റെ ബോൾസിൽ ഞാൻ മെറ്റാലിക് പേൾ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ഹൈലൈറ്റ് ചെയ്തും കൂടെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതേ രീതിയിൽ ചെയ്തെടുക്കാം, അല്ലെങ്കിൽ ബ്ലാക്ക് ആയിട്ട് വെക്കണമെങ്കിൽ അങ്ങനെയും വെക്കാം കേട്ടോ. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. എന്നിട്ട് ലാസ്റ്റ് ഞാൻ നമ്മൾ ഒട്ടിച്ച് കൊടുത്ത ആ പേപ്പർ ഗ്ലാസിൻ്റെ ഇതിനും ആ ഫ്രെയിമിനും ഒക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് മെറ്റാലിക് പേൾ വെച്ചിട്ട് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരുപാടങ്ങ് കൊടുക്കുന്നില്ല കേട്ടോ, ചെറുതായിട്ടൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കുന്നതേ ഉള്ളൂ. അങ്ങനെ പെയിൻ്റൊക്കെ നല്ല രീതിയിൽ ഉണങ്ങിയതിന് ശേഷം ഞാൻ അതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് നമ്മുടെ വോൾഡക്കർ ഹാങ് ചെയ്തിടാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു ചരടും കൂടെ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് നല്ല രീതിയിൽ ഒട്ടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആയി. അപ്പോൾ ഇത്രയേ ഉള്ളൂ പരിപാടി. നമ്മുടെ വർക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ വീട്ടിലുള്ള വേസ്റ്റ് മെറ്റീരിയലൊക്കെ വെച്ചിട്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ക്രാഫ്റ്റാണ്. അതുപോലെ വീഡിയോ ഇഷ്ടമായ എല്ലാവരും മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ ഒരു അടിപൊളി ക്രാഫ്റ്റുമായിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.